വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ സ്വന്തമായി ഒരു റോബോട്ട് നിർമ്മിച്ചതിന്റെ സന്തോഷത്തിലാണ് കരിവള്ളൂർ എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അനയ് ശിവൻ. നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന റോബോട്ടാണ് ഈ മിടുക്കൻ നിർമ്മിച്ചത്. അനയ് ശിവൻ സ്വന്തമായി നിർമ്മിച്ച യന്ത്രമനുഷ്യൻ സഞ്ചരിക്കുക മാത്രമല്ല സംസാരിക്കുകയും ചെയ്യും. ഒരു യന്ത്രമനുഷ്യനെ നിർമ്മിക്കാമെന്നത് അനയ് ശിവന്റെ കുഞ്ഞാഗ്രഹമായിരുന്നു. വേനലവധി ആരംഭിച്ചപ്പോൾ നിർമ്മാണം തുടങ്ങി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യന്ത്രമനുഷ്യനെ നിർമ്മിക്കാനുള്ള പരിശീലനം ലഭിച്ചിരുന്നു. IR സ്കാനർ, ഗിയർ മോട്ടോർ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ, റിലേ മൊഡ്യൂൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് യന്ത്രമനുഷ്യനെ നിർമ്മിച്ചത്. ഞാനാക്കിയ റോബോട്ടാണിത്. പേര് ലൂഫി എന്നാണ്. ഞാൻ ഈ റോബോട്ടിൻ്റെ ആശയത്തിലേക്ക് വരാൻ കാരണം, ഞാൻ കഴിഞ്ഞാലും പഠിച്ച സ്കൂളിൽ ഇതേപോലത്തെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്കാൻ വേണ്ടി എനിക്കൊരു കോച്ചിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞാലും പഠിച്ച സെൻറ്റ് പോൾസ് തൃക്കരിപ്പൂരിലാണ്. അതേപോലെ തന്നെ ആളില്ല റോബോട്ട് മൂവബിളും ആണ്, ഇതും മൂവബിളാണ്. പക്ഷേ അതിനെല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കുറച്ച് ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ഇനി നെക്സ്റ്റ് അപ്ഗ്രേഡായിട്ട് ഇത് നമുക്ക് എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആക്കാനാണ് എൻ്റെ ആഗ്രഹം. നിർമ്മാണം പൂർത്തിയായപ്പോൾ ലൂഫി എന്ന പേര് വിളിച്ചു. നേരത്തെ തയ്യാറാക്കി വെച്ച ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയും. സഞ്ചരിക്കുകയും ചെയ്യും. ലൂഫിക്ക് 1 മീറ്റർ ഉയരവും 2 കിലോ ഭാരവുമാണ്. നിലവിലെ യന്ത്രമനുഷ്യനെ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അനയ്. അണൂറിലെ മർച്ചന്റ് നേവി എഞ്ചിനീയറായ CD ബിനീഷിന്റെയും K ജീനയുടെയും മകനാണ്. മഹാലക്ഷ്മിയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.